എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കെട്ടിക്കേറി വരുന്ന പെണ്ണിന് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ ചിലപ്പോ വിചാരിക്കാത്ത കാര്യങ്ങളാണെങ്കിലും പറയും അതവള് വന്നോണ്ടാ കുടുംബം മുടിഞ്ഞു ഇങ്ങനെ പറയുള്ളൂ. അതിനെക്കാട്ടി നല്ല സൊല്യൂഷൻ എന്താ, കെട്ടിക്കൊണ്ട് വരുന്ന ആരെന്ന് വെച്ചാൽ അവൻ വേറെ താമസിക്കട്ടെ, ഒറ്റയ്ക്ക് താമസിക്കട്ടെ, രണ്ട് അച്ഛനമ്മമാരും അവരെ വീട്ടിൽ താമസിക്കട്ടെ, അത്ര നല്ലത്. പക്ഷേ ഈ കേരളത്തിൽ എത്ര പേര് അങ്ങനെ താമസിക്കുന്നു? ഇല്ല, അതൊന്നും ആരും ചിന്തിക്കുന്ന സമയം. അവരിപ്പോഴും ആ ഒരു മെന്റാലിറ്റി ഇങ്ങനെ നിൽക്കുക. അവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരുടെ വിഷമം മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറയുന്നല്ല, അവരുടെ അച്ഛൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് ഇഷ്ടമല്ല. അപ്പൊ അവര് പറയുന്നത് ഒരു അവളെ വല്ലാണ്ട് സ്നേഹിച്ചിങ്ങനെ ഇതാക്കിട്ട് പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചപ്പോ അച്ഛനോട് പറഞ്ഞതാണ് എനിക്ക് നല്ല വിഷമായിരുന്നു അവൾ കെട്ടിപ്പോയപ്പോ. അങ്ങനെ അവരെ വിഷമം മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ എന്റെ വീട്ടുകാർക്ക് ഒരു വിഷമമില്ല. എന്റെ അമ്മയ്ക്ക് സന്തോഷം ഞാൻ നോക്കിയപ്പോ. കാരണം എന്താ, ഞാൻ പോയി ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്റെ വീട്ടിലോട്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോയില്ല. ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് എന്റെ അമ്മേന്റെ വിഷമം എനിക്ക് മനസ്സിലായത്. അപ്പൊ അതേ വിഷമം ഉണ്ടാവത്തില്ല ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ അമ്മയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോ വേറെ പോയി താമസിക്കട്ടെ, ആണിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, പ്രശ്നം സോൾവ്. അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും പകുതി നിൽക്കട്ടെ. ഇതൊന്നും ആരും നോക്കില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മള് 2K കിഡ്സായി, തന്ത വൈബായി, നിങ്ങൾക്ക് മെച്യൂരിറ്റി